അതോടുകൂടെ തന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു സംഭവമുണ്ട്. മഹാനായ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഒരു സംഘത്തോടുകൂടെ യാത്ര ചെയ്തു പോവുകയാണ്. ആ സമയത്ത് അവർക്ക് ദാഹിക്കുന്നു, ഭക്ഷണം വേണം. അപ്പോൾ അവരുടെ കയ്യിലൊന്നുമില്ല. അപ്പോൾ ഒരു ആട്ടിടയൻ ഇങ്ങനെ ആടുകളെ ഇങ്ങനെ മരുഭൂമിയിൽ ധാരാളമായിട്ടുള്ള ആടുകളെ മേച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു തന്നെ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്കൊരു ആടിനെ തരുമോ എന്ന്, അല്ലെങ്കിൽ പാല് തരുമോ എന്ന് ചോദിക്കും. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ ക്യാഷ് കൊടുത്തിട്ടാണ് വാങ്ങുന്നത്, എൻ്റെ യജമാനൻ്റെ ആടുകളാണ്, ഞാനിതിനെ നോക്കാൻ ഏൽപ്പിക്കപ്പെട്ടൊരു ഒരു ജോലിക്കാരൻ മാത്രമാണ്. അപ്പോൾ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരുപാട് ആടുകളുണ്ട്, ആയിരക്കണക്കിന് ആടുകൾ. ഇതിൽ നിന്നൊരു ആടിനെ എനിക്ക് തന്നാൽ നിൻ്റെ യജമാനൻ അറിയാൻ പോകുന്നില്ല, മാത്രമല്ല നിനക്ക് ഞങ്ങൾ തരുന്ന ക്യാഷും നിനക്ക് ഉപയോഗിക്കാം എന്ന് പറയുമ്പോൾ അദ്ദേഹം അയിനല്ലാ എന്നൊരു ചോദ്യം ചോദിക്കും. യഥാർത്ഥ യജമാനായ അള്ളാഹുവിനെ ഞാൻ എങ്ങനെ മറച്ചു? എന്നിട്ട് അതിൻ്റെ അവസാനത്തിൽ കാണാൻ പറ്റും, അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു ഇതിന് സത്യത്തിൽ അദ്ദേഹത്തെ പരീക്ഷിക്കുകയായിരുന്നു. ആ പരീക്ഷണത്തിൽ അദ്ദേഹം വിജയിച്ചു. അദ്ദേഹത്തിൻ്റെ ഈമാനികമായ ഒരു ആട്ടിടനായൊരു മനുഷ്യൻ്റെ ഈ ഈമാനികമായ ശക്തിയിൽ സന്തോഷം കൊണ്ടിട്ട് ഈ യജമാനെ തേടി പോവുകയാണ് അബ്ദുല്ലാഹിബിൻ ഉമർ. അതുകൊണ്ട് യജമാൻ്റെ കയ്യിൽ നിന്ന് ആ ആടുകളെ അദ്ദേഹം ആദ്യം ഈ ആട്ടിടയനെ മോചിപ്പിക്കുന്നു. ആടുകളെ മുഴുവൻ വാങ്ങി ആട്ടിടയനെ കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ പറഞ്ഞു വരുന്നത്, അള്ളാഹുവിന് വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ വജു ഉദ്ദേശിച്ചുകൊണ്ട് എല്ലാം അവസരങ്ങളും ഒത്തു വന്നൊരു സാഹചര്യമാണ്, ഹറാമിലേക്ക് പോകാൻ പറ്റുന്നൊരു സാഹചര്യമാണ്. ആ സമയത്ത് പോലും അള്ളാഹുവിനെ പേടിച്ച് നമ്മൾ സാക്രിഫൈസ് ചെയ്ത് കഴിഞ്ഞാൽ, ത്യജിച്ച് കഴിഞ്ഞാൽ ആ ത്യാഗത്തിൻ്റെ പ്രതിഫലം വലിയതായിരിക്കും